ഹായ്, ഇതൊരു 32 ആംബിയറിൻ്റെ സ്വിച്ചാണ്. DP സ്വിച്ചാണ്. ഡബിൾ പോള്, 2 പോള്, അതായത് ന്യൂട്രലിനും ഒരു പോള്, ഫേസിനും ഒരു പോള്. അതുകൊണ്ടാണ് ഡബിൾ സ്വിച്ച് എന്ന് പറയുന്നത്. നമ്മുടെ മോട്ടറിനും AC-ക്കും ഒക്കെ സാധാരണ ഇത്രയും നമ്മൾ ആംബിയർ കൊടുത്ത് സ്വിച്ച് വയ്ക്കുന്നത്. ഇത് കൂടിയ ആംബിയർ എന്ന് പറഞ്ഞാൽ കൂടുതൽ പവർ വേണ്ടുന്ന ഇൻസ്ട്രുമെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്വിച്ചാണ് നമ്മൾ. പണ്ട് നമ്മൾ ഇതുകൊണ്ട് വലിയ സ്വിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോസിനകത്ത് വലിയൊരു ഹീറ്ററിൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ കാണിക്കുന്ന ഒരു സ്വിച്ചുണ്ട്, ഒരു ആങ്കറിൻ്റെ സ്വിച്ച്. അതിന് പകരമായിട്ട് ഇപ്പം മോഡുലാറിൻ്റെ ആയി സ്വിച്ച്. മോഡുലാറിൻ്റെ ഇത് മൈലിങ്ക് എന്ന് പറയുന്നൊരു കമ്പനി, ലെഗ്രാൻഡ് മൈലിങ്ക് എന്ന് പറയുന്ന സ്വിച്ചാണിത്. ഏറ്റവും നല്ല സ്വിച്ചാണ്, നല്ല കമ്പനിയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് 32 ആംബിയറിൻ്റെയാണ് സ്വിച്ചാണ്. 32 ആംസിനകത്ത് കൊടുത്തിട്ടുണ്ട്. 32 ആംസ് 230 വോൾട്ട്. അപ്പോൾ സാധാരണഗതി നമ്മൾ സാധാരണ 1 വേ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞു 1 വേ സ്വിച്ചിനകത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ന്യൂട്രൽ വന്ന് കയറത്തില്ലെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഫേസ് ലൈവ് വയർ 1 വേ സ്വിച്ചിൻ്റെ അടിയിൽ വന്ന് കയറിയിട്ട് മേളിൽ ലോഡിൻ്റെ വയർ കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ സാധാരണ 1 വേ സ്വിച്ച് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് വരുമ്പം ഈ ഡബിൾ പോള് ഈ സ്വിച്ചിനകത്തൊക്കെ വരുമ്പം, DP സ്വിച്ചിനകത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ന്യൂട്രും വന്ന് നമ്മൾ ലൈവ് ഫേസും വന്ന് കയറും, ന്യൂട്രും വന്ന് കയറും. എന്നിട്ട് ഇത് ലോഡിലോട്ട് പോകും. അപ്പോൾ ഇവിടെ രണ്ടും ബ്രേക്ക് ചെയ്യുക, അതായത് ഫേസും ബ്രേക്ക് ചെയ്യുന്നു, ന്യൂട്രും ബ്രേക്ക് ചെയ്യും. അതാണ് ഈ ഡബിൾ പോൾ സ്വിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇച്ചിരി ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റൊക്കെ കൊടുക്കാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വലിയ മോട്ടറുകൾ, അതുപോലെ തന്നെ AC-ക്കൊക്കെ നമ്മൾ ഈ സ്വിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ സ്വിച്ചിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ലെഗ്രാൻഡ് മൈലിങ്ങിൻ്റെ സ്വിച്ചാണിത്. ഇത് നല്ല അടിപൊളി കമ്പനിയാണ് ലെഗ്രാൻഡ് മൈലിങ്. അതുപോലെ തന്നെ ഇതിനകത്ത് സ്വിച്ചിനകത്ത് ഓൺ ഓഫ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇൻഡിക്കേറ്റർ അറിയാനുണ്ട്. മറ്റേ 16 ആംബിയറിൻ്റെ സ്വിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് സൈഡിൽ ഇങ്ങനെ കാണും ഇൻഡിക്കേറ്റർ. ഇത് അകത്ത് തന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്. ലെഗ്രാൻഡ് മൈലിങ്ങിൻ്റെ ഇത് നല്ല സ്വിച്ചാണ്. ഇത് നല്ല കമ്പനിയാണ് ലെഗ്രാൻഡ്, നല്ല കമ്പനിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ചൊക്കെ മാറുവാണെങ്കിൽ മുഴുവൻ കവർ അഴിക്കേണ്ട ആവശ്യമില്ല. ഏത് സ്വിച്ചാണോ കംപ്ലൈൻറ്റ്, വയറിനൊക്കെ ഇച്ചിരി നീളം ഉണ്ടെങ്കിൽ ഈ ലോക്ക് ഉണ്ട്, ഇതൊരു ലോക്കാണ്, ടോപ്പെന്ന് എഴുതിയിരിക്കുന്നത്, അത് ലോക്കിലോട്ട് ഇടാനുള്ളത്. അപ്പോൾ ആ ലോക്ക് മാത്രം ഒന്ന് ഓപ്പണായി കൊടുത്താൽ സ്വിച്ച് മാത്രം നമുക്ക് ഇളക്കാം. സോക്കറ്റാണോ സോക്കറ്റ് മാത്രം ഇളക്കാം. ഫാൻ റെഗുലേറ്റർ ആണെങ്കിൽ ഫാൻ റെഗുലേറ്റർ മാത്രം നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പം ഇത് സാധാരണ